അമേരിക്ക ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക തീവ്രവാദി ഇന്ത്യക്ക് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ്. ഈ പ്രതിസന്ധികൾ മറികടക്കാൻ നീക്കങ്ങളുമായി ഇന്ത്യ മുന്നിലേക്ക് പോവുകയാണ്. വ്യവസായികളുമായി വാണിജ്യ മന്ത്രാലയം കൂടിയാലോചനകൾ ആരംഭിച്ചിരിക്കുകയാണ്. തീരുവ ബാധിക്കുന്ന മേഖലകൾക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചേക്കും. അമേരിക്കയിൽ നിന്ന് മാറി കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളും തേടുന്നുണ്ട്. വിവരങ്ങളുമായി അജയ് സുധാബിച്ച് ചേരുന്നു. അജയ്, 40 രാജ്യങ്ങളിലേക്ക് പ്രചരണം നടത്താൻ ഇന്ത്യ ഒരുങ്ങുന്നു. അത് എത്രത്തോളം സാധ്യമാകും? എത്രത്തോളം പുതിയ വിപണി കണ്ടെത്തുക എന്നത് എത്രത്തോളം എളുപ്പമായിരിക്കും ഇന്ത്യക്ക്? അനുശ്രീ, ഇതിനോടകം തന്നെ അതിൻ്റെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമായിട്ടും കിഴക്കൻ രാജ്യങ്ങളും അതുപോലെ ഇന്ത്യ ഇടയ്ക്ക് വെച്ച വ്യാപാരവും അതുപോലെ തന്നെ മറ്റ് നയതന്ത്ര ബന്ധങ്ങളും നിർത്തിവെച്ചിരുന്ന ചൈനയുമായിട്ട് പുതിയ ബന്ധങ്ങൾ രൂപീകരിച്ച് അവിടെ വ്യാപാരം നടത്തുക, ഇതുവഴി അമേരിക്കയിൽ നിന്നുണ്ടാകുന്ന നഷ്ടം നികത്തുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ലക്ഷ്യം. അമേരിക്കയിൽ നിന്നുള്ള ബിസിനസ് വഴി ഇന്ത്യയുടെ മൊത്തം GDP-യുടെ 1% മുതൽ 2% വരെ GDP ആണ് അമേരിക്കയിൽ നിന്നുള്ള ബിസിനസ് വഴി മാത്രം ഇന്ത്യക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു പ്രതിസന്ധി വരുന്നതോടുകൂടി ഈ GDP-യിൽ ഒരു കുറവ് വന്നേക്കാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ വസ്ത്ര വിപണി, അതുപോലെ തന്നെ ആഭരണ വിപണി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. നിലവിൽ സൂറത്ത്, അതുപോലെ തന്നെ നോയിഡ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ചില വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ അടച്ചു പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഈ പ്രത്യാഘാതത്തിൻ്റെ ഒരു വലിയ തോത് അതാദ്യം ഇന്ത്യൻ വിപണികളിൽ പ്രതിഫലിച്ചേക്കില്ല. എന്നാൽ പിന്നീട് ദൂരവ്യാപകമായി ഇത് വലിയ തോതിൽ ഒരു ഇടിവ് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. വലിയ പ്രതിസന്ധി ഇന്ത്യൻ വ്യവസായികൾ നേരിട്ടേക്കാം. അപ്പോൾ ഇതിൽ നിന്ന് അവരെ കരകയറ്റാൻ വേണ്ടിയിട്ട് ഇതിനോടകം തന്നെ വ്യാവസായിക മന്ത്രാലയം വ്യവസായികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി നേരിടുന്ന വ്യവസായികൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കാനും ഈ മേഖലകളെ ഉയർത്തിക്കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങളും ഇന്ത്യൻ സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. 25,000 കോടിയുടെ പാക്കേജ് വരെ ഈ മേഖലയിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം UK-യുമായി ഇന്ത്യ പുതിയ വ്യാപാര കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടും ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായിട്ട് പുതിയ കരാർ ഒപ്പിടാനുള്ള സാധ്യതകളുണ്ട്. കുവൈറ്റുമായി ചർച്ചകൾ നടത്തി വരുന്നുണ്ട്. ഖത്തറുമായിട്ടുള്ള വ്യാപാരവും ശക്തിപ്പെടുത്താനായിട്ടുള്ള ആലോചനകളുണ്ട്. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജപ്പാനിലേക്ക് പോവുകയാണ്. നാളെ ചൈനയിലേക്ക് അദ്ദേഹം എത്തും. തുടർന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഉൾപ്പെടെ പങ്കെടുക്കും. അപ്പോൾ ഈ രാജ്യങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പോക്കും അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും അത് ഇന്ത്യക്ക് വ്യവസായത്തിന് വേണ്ടി പുതിയ ഇടങ്ങൾ കണ്ടെത്തുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാകും എന്ന് തന്നെയാണ് സൂചന. അമേരിക്ക ഈ തീരുവയിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാടാണ് നിലവിലും സ്വീകരിച്ചിട്ടുള്ളത്. നിലവിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു പുതിയ പ്രതികരണം കൂടി വരുന്നുണ്ട്. US ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസറ്റാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. അദ്ദേഹം ഫോക്സ് ബിസിനസ്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു, റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് മാത്രമല്ല ഇന്ത്യക്ക് മേലുള്ള തീരുവ വർദ്ധിപ്പിക്കാനുള്ള കാരണം ഇന്ത്യ US-ഉമായിട്ടുള്ള വ്യാപാര കരാർ ചർച്ചകൾ അത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇതും കൂടിയാണ് ഇന്ത്യക്ക് മേൽ ഇത്തരമൊരു അധിക തീരുവ ചുമത്താനുള്ള കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ സ്കോട്ട് ബെസറ്റ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യ US ബന്ധത്തിൽ അയവുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും വയ്ക്കുന്നുണ്ട്. US ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിയാണ്. അതുപോലെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും പരസ്പരം മുഖം തിരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് അധിക കാലം നിൽക്കാൻ സാധ്യതയില്ല. അതുപോലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും വളരെ നല്ല ബന്ധത്തിലാണുള്ളത്. എന്നാൽ നിലവിൽ ഇരു രാജ്യങ്ങളുടെ ബന്ധം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് അയവുണ്ടാകും എന്നുള്ള പ്രതീക്ഷയും അദ്ദേഹം ഫോക്സ് ബിസിനസ്സിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യൻ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നോക്കിയാലും ഈ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും മറ്റ് US-നോടുള്ള നിലപാടിൻ്റെ കാര്യത്തിലാണെങ്കിലും യാതൊരു അയവും വരുത്താൻ ഇന്ത്യ ഉദ്ദേശിച്ചിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങൾ ഇപ്പോൾ പൊതുവേദികളെ അഡ്രസ്സ് ചെയ്തപ്പോൾ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്ത്യ സ്വദേശീവൽക്കരണത്തിന് പ്രാധാന്യം നൽകണം, ഇന്ത്യയിൽ നിന്ന് വാങ്ങുക, ഇന്ത്യയിൽ വിൽക്കുക എന്നുള്ള നയം അത് കൂടുതലായി സ്വീകരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അതുപോലെ ഈ ലോകരാഷ്ട്രീയം അത് പുതിയൊരു രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. പല രാജ്യങ്ങളും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും അതുപോലെ തന്നെ കച്ചവട താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി പല ഈ
തീരുമാനങ്ങളും എടുക്കുന്നു. ഇതിൽ നമ്മുടെ രാജ്യം യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. ഇന്ത്യയിലെ വ്യവസായികളുടെ ചെറുകിട കച്ചവടക്കാരുടെയും കർഷകരുടെയും ക്ഷീര കർഷകരുടെയും താല്പര്യങ്ങൾ അത് സർക്കാർ സംരക്ഷിക്കും എന്നുൾപ്പെടെ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യയുടെ ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അമേരിക്കയും താരിഫുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. എന്നാലും നമ്മൾ യുക്തി സഹജമായി ചിന്തിക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഈ വലിയ തോതിലുള്ള ഈ ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത് അധികകാലം മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ അത് വളരെ കുറവാണ്. ഈ 50% തീരുവ അത് അമേരിക്കൻ സമയം ഈ ഓഗസ്റ്റ് 27-ാം തീയതി മുതൽ നിലവിൽ വന്നു. എന്നാൽ അധികം താമസിക്കാതെ തന്നെ പുതിയൊരു വ്യാപാര കരാർ ചർച്ചകളുമായി ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രതീക്ഷ. 25-ാം തീയതിയായിരുന്നു 6ാം ഘട്ട വ്യാപാര കരാർ ചർച്ചകൾ നടക്കാനായിട്ടിരുന്നത്. ഇത് നടന്നില്ല. എന്നാൽ ഉടൻ തന്നെ അടുത്ത ഘട്ട ചർച്ചകളും ഈ തീരുവ ഇപ്പോൾ 50% കൂട്ടിയതിൻ്റെ ഭാഗമായി നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അനുശ്രീ, അജയ്, അതുപോലെ ഈ പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്ന തീരുമാനം ഏതൊക്കെ മേഖലകളിലായിരിക്കും പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുക? അത് എത്രത്തോളം അത് വിജയകരമായിരിക്കും? അതുപോലെ തന്നെ അതിൻ്റെ ഒരു അടിസ്ഥാനം ഏത് രീതിയിലായിരിക്കും? ഇന്ത്യ അമേരിക്കയും തമ്മിൽ നിലവിൽ $88 ബില്യൺ ബിസിനസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഭാവിയിൽ, അതായത് 2030 $500 ബില്യൺ ബിസിനസ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടത്തണം എന്നുള്ള തീരുമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എത്തിയിരുന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന ചർച്ചയിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇരു രാഷ്ട്ര നേതാക്കളും എത്തിയത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ $88 ബില്യൺ എന്ന് പറയുന്ന ബിസിനസ് തന്നെ താഴേക്ക് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കച്ചവടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ മുൻപന്തിയിൽ എന്ന് പറയുന്നത് തുണിത്തരങ്ങളാണ്. തീർച്ചയായിട്ടും ഈ തുണിത്തരങ്ങൾ മാത്രം ഈ $88 ബില്യൺ $10.9 ബില്യൺ ബിസിനസ് ഈ തുണിത്തരങ്ങൾ മാത്രം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആഭരണ മേഖല, വൈരങ്ങൾ, രത്നങ്ങൾ ഇവയുടെ കയറ്റുമതി, ഇത് $10 ബില്യൺ ബിസിനസ് ഈ മേഖലകൾ നടത്തുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും തൊഴിൽ നഷ്ടവും അതുപോലെ തന്നെ ഈ തകർച്ചയും ഉണ്ടാകാൻ സാധ്യത ഈ രണ്ട് മേഖലകൾക്കാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നോയിഡയിലും സൂറത്തിലുമൊക്കെ ചില വസ്ത്രനിർമ്മാണ ഫാക്ടറികൾ അടച്ചു പൂട്ടുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഗോൾഡ് അതുപോലെ തന്നെ ജ്വല്ലറി മേഖലയിൽ വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ യന്ത്രസാമഗ്രികളുടെ കയറ്റുമതി അത് ഇന്ത്യ വലിയ തോതിൽ ചെയ്യുന്നുണ്ട്. $6.7 ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യ യന്ത്രസാമഗ്രികളുടെ കയറ്റുമതിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ, പ്രോസസ്ഡ് ഫുഡ്, പിന്നെ ഈ ഫിഷറീസ് ഉൽപ്പന്നങ്ങൾ, ഇതിൻ്റെ എല്ലാം കയറ്റുമതി വീണ്ടും ഒരു $6 ബില്യൺ $4 ബില്യൺ തുടങ്ങിയിട്ടുള്ള നിരക്കുകളിലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായിട്ടും സർക്കാർ ആദ്യഘട്ടത്തിൽ താങ്ങി നിർത്താൻ നോക്കുന്നത് ഈ വസ്ത്രവ്യാപാര മേഖലയായിരിക്കും. ഇന്ത്യക്കുണ്ടാകുന്ന നഷ്ടം അമേരിക്കയിൽ നികത്താൻ പോകുന്നത് ബംഗ്ലാദേശ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ചൈന പോലെയുള്ള രാജ്യങ്ങളായിരിക്കും. ഇവിടെ നിന്നുള്ള വസ്ത്രങ്ങൾക്ക് അമേരിക്കയിൽ മാർക്കറ്റ് ഇനി ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് മാർക്കറ്റുള്ള മറ്റ് രാജ്യങ്ങൾ കണ്ടെത്താനായിട്ട് ഇന്ത്യൻ സർക്കാർ ശ്രമിക്കും. മാത്രമല്ല ഈ പാക്കേജ് ഉൾപ്പെടെ പ്രഖ്യാപിച്ച് താങ്ങി നിർത്താൻ ആദ്യം ശ്രമിക്കുക ഇത്തരം മേഖലയായിരിക്കും. അതേസമയം ഇത്തരം ഒരു താരിഫ് പ്രഖ്യാപനത്തിലും ഇന്ത്യക്ക് ചില നീക്കുപോക്കുകളുണ്ട്. ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ മേഖല, മരുന്നുകളുടെ കയറ്റുമതി, അതുപോലെ ഈ സ്മാർട്ട് ഫോണുകളുടെ കയറ്റുമതി, അതുപോലെ കമ്പ്യൂട്ടറുകൾ, ചിപ്പുകൾ തുടങ്ങിയിട്ടുള്ളവ അമേരിക്കയിലേക്ക് വിതരണം ചെയ്യുന്നതിൽ ഇത്തരം സാധനങ്ങളുടെ കയറ്റുമതിയിൽ താരിഫ് ചുമത്തില്ല. ഇത്തരം കാര്യങ്ങൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ നിലവിലെ താരിഫ് പ്രശ്നത്തിൽ ഇത്തരം മേഖലകളൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആപ്പിൾ പോലെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾ, അത് ഇന്ത്യയിൽ നിന്ന് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് ശക്തമായിട്ടുള്ള താരിഫ് ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആപ്പിൾ പോലെയുള്ള കമ്പനികൾ അത് US-ൽ പുതിയ പ്ലാന്റുകൾ തുറക്കാൻ തയ്യാറാകണം എന്നും അദ്ദേഹം പറഞ്ഞു. അത് തീർച്ചയായിട്ടും ഇന്ത്യയിലും ചൈനയിലും ഉൾപ്പെടെ പുതിയ പ്ലാന്റുകൾ തുറക്കാനുള്ള ആപ്പിളിൻ്റെ ഈ തീരുമാനം അത് ട്രംപിനെ വളരെയധികം ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മറുപടി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഭീഷണി എന്ന് പറയുന്നത്. അനുശ്രീ, ശരി, US തീരുവ മറികടക്കാനുള്ള നീക്കങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.